ആഘോഷങ്ങൾ ഏതുമാകട്ടെ BM സൂപ്പർ വാലിയോടൊപ്പം. മാത്രമല്ല, സ്കൂൾ തുറക്കുന്ന സീസണായാലും മറ്റ് ഏത് വീട്ടാവശ്യങ്ങൾക്കും BM സൂപ്പർ വാല്യൂവിൽ നിന്നും ഈ സ്കീമിലൂടെ പർച്ചേസ് ചെയ്യാം. BM സൂപ്പർ വാല്യൂ അവതരിപ്പിക്കുന്നു സ്പെഷ്യൽ ആഘോഷ പദ്ധതി. 250 രൂപ നിങ്ങൾക്ക് മാറ്റിവെക്കാനുണ്ടോ? എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ആഴ്ചയിൽ 250 രൂപ വെച്ച് ഈ പദ്ധതിയിലേക്ക് അടയ്ക്കുക. അതിനൊപ്പം BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് തരുന്ന അടിപൊളി 1000 രൂപയുടെ ബോണസും. അതായത് നിങ്ങൾ അടച്ചത് 12,000 രൂപ, ബോണസ് അടക്കം കിട്ടുന്നത് 13,000 രൂപ. ഈ 13,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അങ്ങ് സ്വന്തമാക്കാം. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നീ ഹോം അപ്ലയൻസുകളാണോ ആവശ്യം? അതിനും പോം വഴിയുണ്ട്. അതിനായി പ്രത്യേക പ്ലാനുകളുണ്ട്. ഓണത്തിന് പുതിയ ഫാഷൻ ട്രെൻഡി വസ്ത്രങ്ങൾ വാങ്ങാനുള്ള പ്രത്യേക പ്ലാനുകളും BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നു. ആകർഷകമായ ഈ പ്ലാനുകളെ കുറിച്ച് അറിയുവാനും ഈ പദ്ധതിയിൽ അംഗമാകാനും ഇപ്പോൾ തന്നെ സൂപ്പർ വാല്യൂവുമായി ബന്ധപ്പെടുക. ആറ്റൂർ അറഫ സ്കൂളിൽ LKG വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം ബ്ലൂം ഡേ 2026 വർണ്ണാഭമായ ചടങ്ങുകളോടെ സംഘടിപ്പിച്ചു. ആറ്റൂർ അറഫ സ്കൂളിൽ LKG വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം ബ്ലൂം ഡേ 2026 എന്ന പേരിൽ അറഫ ഓഡിറ്റോറിയത്തിൽ ഉത്സവ അന്തരീക്ഷത്തിൽ നടന്നു. നവാഗതരായ കുരുന്നുകൾക്കായി ആകർഷകമായ ഫോട്ടോ പോയിന്റുകളും വിപുലമായ അടിസ്ഥാന സൗകര്യങ്ങളും സ്കൂൾ അധികൃതർ ഒരുക്കിയിരുന്നു. സ്കൗട്ടിന്റെ അകമ്പടിയോടെയാണ് മുഖ്യാതിഥികളെ ഉദ്ഘാടന വേദിയിലേക്ക് ആനയിച്ചത്. തുടർന്ന് നടന്ന പ്രവേശനോത്സവ ചടങ്ങ് കേരള വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസ ഉദ്ഘാടനം ചെയ്തു. പിച്ചവച്ചിടൂമി മുറ്റത്തണി പൂവിടൽ വേറെ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാൾ മനോഹരമായൊരു അലങ്കാരം കുട്ടികൾ പിച്ച വച്ചിടുന്ന മുറ്റത്ത് അതിനേക്കാൾ എന്ത് പൂവിടുന്നതാണ് അലങ്കാരമായിട്ടുള്ളത്? ഇന്നിവിടെ വർണ്ണാഭമായ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നല്ല അലങ്കാരം. ഇന്നത്തെ ഏറ്റവും വലിയ അലങ്കാരം എന്നത് നമ്മുടെ പിഞ്ചു കുട്ടികൾ ഇതാ തുള്ളിച്ചാടി നടക്കുന്ന ഈ അലങ്കാരമാണ് ഇന്നത്തെ ഏറ്റവും മികച്ച അലങ്കാരം. അറഫയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഭാവി ഈ കുട്ടികളിലാണ്, നമ്മുടെ സമൂഹത്തിൻ്റെ ഭാവി. മാത്രമല്ല രാജ്യത്തിൻ്റെ ഭാവി പോലും നമ്മൾ അവരുടെ കണ്ണുകളിൽ കാണുന്നുണ്ട്. നിങ്ങളുടെ മടിത്തട്ടിലൊക്കെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ അവരുടെ കണ്ണുകളിൽ കാണുന്ന തിളക്കത്തിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. അവ നിങ്ങളുടെ സ്വപ്നങ്ങളാണ്. മാതാപിതാക്കൾ മനസ്സിൽ താലോലിച്ച് വെച്ച തങ്കക്കിനാക്കൾ അവരുടെ കണ്ണുകളിലൂടെ പ്രതിഫലിക്കപ്പെടുന്നുണ്ട് എന്ന് സാരം. അത് കാണാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. ഞങ്ങളുടെ അധ്യാപകർക്ക് അതിന് കഴിവുണ്ട്. അവരിനി അവരുടെ മക്കളാക്കി അവരെ കൊണ്ടുപോവുകയാണ് ക്ലാസ് റൂമുകളിലേക്ക്. നിങ്ങളുടെ മടിത്തട്ടിൽ നിന്നും ക്ലാസ് റൂമിലേക്ക് കൊണ്ടുപോകുന്ന സമയം നല്ല കൗതുകമായിരിക്കും ആ ഒരു സന്ദർഭം. ചില കുട്ടികളൊക്കെ ഇത്തിരി വാശി പിടിക്കും. അമ്മയുടെ വിരൽത്തുമ്പിൽ നിന്നും സാരിത്തുമ്പിൽ നിന്നും വിട്ടുമാറാൻ ഒരിക്കലും തയ്യാറാവാത്ത ആ പ്രകൃതം, ആ പ്രായം, അത് ജീവിതത്തിൽ അനർഘമായ ചില നിമിഷങ്ങളെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെയൊക്കെ ബാല്യങ്ങളിലേക്ക് ചിന്ത കയറിപ്പോവുകയാണ്. ഒരുപാട് പിന്നോക്കം കാട് കയറിപ്പോവുകയാണ് ചിന്ത. കേരള ട്രസ്റ്റ് ചെയർമാൻ KS അബ്ദുള്ള ഹാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അതാണെന്ന് ഞങ്ങൾക്ക് തികഞ്ഞ ബോധ്യമുണ്ട്. തീർച്ചയായും നിങ്ങൾക്കും അത് കാലക്രമേണ ബോധ്യപ്പെടും. ഞങ്ങളുടെ ഉത്തരവാദിത്വം വളരെ ഭംഗിയായി തന്നെ നിർവഹിക്കുന്നുണ്ട് എന്നുള്ളത്. ഈ കുട്ടികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരെ സ്വന്തം മക്കളെ പോലെ പരിചരിക്കുന്ന ഇവിടുത്തെ അധ്യാപകർ, വളരെ പരിചയസമ്പന്നരായ അധ്യാപകരിവിടെയുണ്ട്. 30-32 വർഷത്തെ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള അധ്യാപകരിവിടെയുണ്ട്. ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ച അല്ലെങ്കിൽ ഇവിടെ ആങ്കറിങ് നടത്തിയ സൂപ്പർവൈസർ ഷിബ പോലെയുള്ളവരൊക്കെ 32 വർഷം കഴിഞ്ഞ് 33ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് അറഫയിൽ. അപ്പോൾ അങ്ങനെയുള്ള അധ്യാപകർ കുറച്ച് പേരൊക്കെ പുതിയവരുണ്ടാവും. പക്ഷെ അവർക്കൊക്കെ ഞങ്ങൾ എല്ലാ വർഷവും അപ്ഡേഷൻ അഥവാ അവരെയൊക്കെ പുതിയ കാലക്രമത്തിനനുസരിച്ച് വളർത്തിയെടുത്ത് ട്രെയിനിങ് കൊടുത്ത് കൊണ്ടുവന്നിട്ടുള്ള അധ്യാപകരാണ്. ഈ വർഷവും ഉണ്ടായിരുന്നു. ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ്, സെക്രട്ടറി സുലൈമാൻ, ട്രഷറർ അബ്ദുൾ ലത്തീഫ്, ബോർഡ് അംഗങ്ങളായ ഹുസൈൻ ചെറുതുരുത്തി, ഉസ്മാൻ ഷൊർണൂർ, കോർഡിനേറ്റർ റഷീദ് ഫൈസി, KG സൂപ്പർവൈസർ ഷീബ അസീസ്, PTA പ്രസിഡന്റ് സെമീന തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ജാസ് സ്വാഗതവും പ്രധാന അധ്യാപിക രമ നന്ദിയും രേഖപ്പെടുത്തി.
തുടർന്ന് കുരുന്നുകളുടെ സ്വാഗത ഗാനവും ഒപ്പനയും അരങ്ങേറി. ആദ്യമായി വേദിയിലെത്തിയ പിഞ്ചു കുഞ്ഞുങ്ങൾ ചുവട് തെറ്റുമ്പോൾ സ്റ്റേജിന് പുറത്തുനിന്ന അധ്യാപകർ നൃത്തച്ചുവടുകൾ കാണിച്ചും കൈകൊട്ടിയും പ്രോത്സാഹിപ്പിച്ച രംഗം വേദിയിൽ സന്നിഹിതരായിരുന്ന അമ്മമാർക്കും മറ്റ് കാണികൾക്കും ഹൃദ്യവും വേറിട്ടതുമായ ഒരു അനുഭവമായി മാറി. CCV ന്യൂസ് ചേലക്കര.